എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ശ്രീലു മൈ ലൈഫ് എന്ന് പറയുന്ന ഒരു യൂട്യൂബറെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളോട്. ആദ്യം എനിക്ക് ഇവരുടെ യൂട്യൂബ് വീഡിയോ കാണുമ്പം ഭയങ്കര അരോചകമായിരുന്നു. ഈ സ്ത്രീ എന്താണ് ഈ യൂട്യൂബിൽ നിന്ന് ഈ കാണിക്കുന്നത്? ഇത്രയും ജനങ്ങൾ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് ഇവർ എന്തുവായി കാണിക്കുന്നത്? ഇവർ ഇത്രയ്ക്ക് വിവരമില്ലാത്ത സ്ത്രീയാണോ ഇവർ? സത്യമായിട്ട് ഞാൻ എൻ്റെ മനസ്സിനോടും ഞങ്ങളുടെ വീട്ടിലും ഞാൻ ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. എന്തുവാ പിള്ളേർക്ക് പോലും ഇന്നത്തെ കാലത്ത് യൂട്യൂബ് കാണാൻ പറ്റത്തില്ലല്ലോ, ഇവരെന്തോന്നോ ഈ യൂട്യൂബിൽ വന്ന് കിടന്നുകൊണ്ട് കാണിക്കുന്നത്? കുളിയാണ് അവർക്ക്, ദിവസവും കുളിയാണ്. പക്ഷേ ഈ കുളിയുടെ പിന്നിലുള്ള റീസൺ എന്താണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. പക്ഷെ അവർ നഗ്നമായിട്ടൊന്നുമല്ല നിന്ന് കുളിക്കുന്നത്. അവർ ഡ്രസ്സ് ഇട്ടിട്ട് മേത്ത് വെള്ളം ഒഴുകിയാണ് ചെയ്യുന്നത്. പക്ഷെ കുളിസീൻ എന്ന് നമ്മൾ കേൾക്കുമ്പം, ഇങ്ങനെയുള്ള പബ്ലിക് പ്ലാറ്റ്ഫോമിലൊക്കെ കുളിസീൻ എന്ന് കേൾക്കുമ്പം ഇതെങ്ങനെയാ എല്ലാവരും കാണുന്ന ഒരു ചാനലല്ലേ, ഈ സ്ത്രീക്ക് ഇത്രയ്ക്ക് നാണമില്ലേ ഇവർക്ക് എന്ന് പറഞ്ഞ് നമ്മൾ അവരെ ഭയങ്കരമായിട്ട് നമ്മളവരെ ക്രൂശിക്കും. ഇത്രയും നാണം കെട്ട സ്ത്രീയാണോ ഇവരിങ്ങനെ നിന്ന് കുളിക്കാനാണെന്ന്. പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ള കഥകൾ അറിഞ്ഞു കഴിഞ്ഞപ്പം, അത് കഴിഞ്ഞ് ഇപ്പം ഈ കുറച്ചിടകളായിട്ടുള്ളൂ ഇവരുടെ ശരിക്കുമുള്ള സ്റ്റോറി പുറത്ത് വന്നിട്ട് ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണതെന്ന്. പക്ഷെ അവരുടെ ശരിക്കുമുള്ള കഥ കേട്ടപ്പം നമുക്ക് ശരിക്കും മനസ്സലിവ് തോന്നും. ശരിക്കും ഒരു സ്ത്രീക്കും ഇങ്ങനത്തെ അവസ്ഥകൾ ഉണ്ടാവരുത്. ഒരു സ്ത്രീക്ക് പോലും അവരുടെ ചെറുപ്പകാലം തൊട്ട് അവർ അനുഭവിച്ചു വന്ന പീഡകളാണ്. അവരെ കുഞ്ഞുനാളിൽ 17 വയസ്സിൽ അവരൊരു കൊച്ചിൻ്റെ അമ്മയായി. അവരുടെ വീട്ടിലെ പേരൻസ് അവരെ വിവാഹം കഴിച്ചു വിട്ടു. നമ്പൂതിരി, നല്ല ഉയർന്ന നായർ സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ് അവർ. ശ്രീലത പുള്ളിക്കാരി ടീച്ചറാണ്. എൻജിനീയറിംഗ് കോളേജിലെ ലാബ് അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്യുകയാണ് ഗവൺമെൻറ് കോളേജിൽ. അന്നേരം നല്ല എഡ്യൂക്കേഷണലായിട്ടുള്ള ഒരു ലേഡിയാണ് പുള്ളിക്കാരി. അപ്പോൾ ആ മേമിന് ചെറുപ്പത്തിൽ ഉണ്ടായ അനുഭവം എന്ന് വെച്ചാൽ 17 വയസ്സിൽ ഒരു കുട്ടിയുടെ അമ്മയാകുക. വിവാഹം കഴിച്ച് ചെന്നെടുത്താണെങ്കിൽ ഹസ്ബൻഡ് എന്ന് പറയുന്ന ആള് കള്ളുകുടിയനും പെണ്ണുപിടിയനും, ഇങ്ങനെ പെണ്ണുങ്ങളെ മറ്റുള്ളവർക്ക് വിൽക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു വൃത്തികെട്ട സ്വഭാവത്തിൻ്റെ ഉടമയാണ് ആ ചെറുപ്രായത്തിൽ തന്നെ ഇവര് വിവാഹം കഴിച്ചത്. അതിൽ നിന്ന് ഇവരെ അവരുടെ ഹസ്ബൻഡ് ഒത്തിരി പേർക്ക് വിൽക്കുക, അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കിന് നമുക്ക് ഒത്തിരി സങ്കടം വന്നു ഇവരുടെ സ്റ്റോറി കേട്ടപ്പോഴാണ്. അതിനു മുമ്പ് ഇവര് ഇഷ്ടമല്ലാത്ത പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ, വൃത്തികെട്ട സ്ത്രീകളുടെ കൂട്ടത്തിലായിരുന്നു കൂട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇവരുടെ കഥ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിന് മനസ്സിന് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു സങ്കടവും വിഷമവും ഒക്കെ തോന്നി. അത് കഴിഞ്ഞിട്ട് അവർ ഒരു തരത്തിലൊക്കെ അവിടുന്ന് രക്ഷപ്പെട്ട് ഇവരുടെ വീട്ടിൽ വന്നു. ഇവരുടെ വീട്ടിൽ പോരണമെന്ന് കരഞ്ഞ് അവരിവരുടെ വീട്ടിൽ വന്നതിന് ശേഷം ഇവരുടെ പ്രസവം കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് ഇങ്ങനെ ഇവരുടെ ഹസ്ബൻഡ് തിരിച്ചു വന്നു. വീട്ടുകാർക്ക് അങ്ങനെ കുറേ കാലം ഇങ്ങനെ പെണ്ണല്ലേ കല്യാണം കഴിപ്പിച്ച് വിട്ടതിന് ശേഷം സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുന്നതൊക്കെ ഭയങ്കര അഭിമാന പ്രശ്നമായിക്കൊണ്ട് ഇവരുടെ അമ്മ പോന്ന് പറഞ്ഞ് പിന്നെയും പോയി. വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ പ്രസവിച്ച് കിടക്കുന്ന ആ പെണ്ണിനെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയും ബ്ലീഡിങ് ഉണ്ടായി അവർക്ക് തീരെ വയ്യാതെ വീണ്ടും അവർ തിരിച്ചു വരികയൊക്കെ ചെയ്തു. പിന്നീട് അവരങ്ങനെ ഹസ്ബൻഡിൻ്റെ കൂടെ പോയിട്ടില്ല. എന്നിട്ട് ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ഒരു കൊച്ചിനെയും വെച്ചുകൊണ്ട് പഠിച്ച് ടെസ്റ്റ് പാസ്സായാണ് ഇവർ ഈ ജോലിക്ക് കയറുന്നത്. ഇവർ ഈ ജോലിക്ക് കയറിയതിന് ശേഷം കുറേ കാലം വലിയ കുഴപ്പമൊക്കെ ഇല്ലാതെ ജോലി പോയി. അങ്ങനെ ആ കുഞ്ഞിനെ വളർത്തി അവർ. കൊച്ചിപ്പോൾ വലിയ കുട്ടിയൊക്കെ ആയെന്നാണ് പറയുന്നത് കേട്ടത്. അങ്ങനെ ആ കുഞ്ഞിനെ വളർത്തി. പക്ഷേ അവരുടെ ജോലി സ്ഥാപനത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ, ഇവർ ഭയങ്കര കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുഭാവികളും നേതാക്കന്മാരും ഒക്കെ ആയിരുന്നു, ഇവരുടെ കുടുംബത്തിലുള്ളവരും എല്ലാവരും. അങ്ങനെ ഇവരെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അനുഭാവിയായ അവിടെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി ഇവരെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുകയും ഇവരെക്കുറിച്ചുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഭിത്തിയിലൊക്കെ എഴുതി വെക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് അവിടുന്ന് അവർക്ക് ക്രൂരമായ പീഡനം അവർ കേൾക്കേണ്ടി വന്നതിനെ തുടർന്ന് അവർ ഇത് മേലുദ്യോഗസ്ഥന്മാർക്ക് പരാതിപ്പെടുകയും കംപ്ലൈൻറ്റ് കൊടുക്കുകയൊക്കെ ചെയ്യുകയും അതിൽ നിന്ന് ഇവർക്ക് നീതി ലഭിച്ചിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. ഇവർ ജനിച്ച കാലം തൊട്ട് ഇത്രയും കാലവും ഇവർ ആഴത്തിൽ വിശ്വസിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രസ്ഥാനത്തിൽ നിന്ന് ഇവർക്ക് നീതി ലഭിച്ചില്ല. അതായത് ഇവരെ പീഡിപ്പിച്ച ആ വ്യക്തിയെ
ഗവൺമെൻറ് പ്രൊട്ടക്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ആ കോളേജിലുള്ള മേലുദ്യോഗസ്ഥർ പ്രൊട്ടക്റ്റ് ചെയ്യുകയും അവർക്ക് കൊടുത്ത പണിഷ്മെൻറ്റ് പോരാ. അപ്പം ഇവരെ വേറെ എവിടോട്ടോ പുള്ളിയെ സ്ഥലം മാറ്റം ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്ത് ഇവർ ഒത്തിരി ക്രൂരതകൾ ജീവിതത്തിൽ ഏറ്റുവാങ്ങിയ ഒരു സ്ത്രീ അന്നേരം ഇങ്ങനെ ഇവരെ ആ പുള്ളിക്കാരനെ അധിക്ഷേപിച്ച് ഒരു പരുവാക്കിയതിന് ശേഷമാണ് ഇവരിങ്ങനെ കുളിച്ച് പ്രതികരിക്കാൻ തുടങ്ങിയത് നമ്മളുടെ ഗവൺമെൻറ്റിനെതിരെ. ഗവൺമെൻറ്റിൽ നിന്ന് നീതി കിട്ടാത്തതിനെതിരെയും ഇവരത്ര ആത്മാർത്ഥമായി സ്നേഹിച്ച ഇവരുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെതിരെയും ഒക്കെ ഇവർ പ്രതികാരമായി ഏറ്റെടുത്തത് കുളിച്ച് പ്രതികരിക്കുക. അത് സോഷ്യൽ മീഡിയയിൽ കുളിച്ച് പ്രതികരിക്കുന്നതിനോട് എനിക്ക് അത്ര വലിയ താല്പര്യമുള്ള വ്യക്തിയല്ല. അത് എന്തിൻ്റെ പുറത്താണെങ്കിലും എന്ത് കാരണത്താലും അങ്ങനെ കാണിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. എങ്കിലും അവർ അനുഭവിച്ച പീഡനവും യാതനയും മനസ്സിലാക്കുമ്പോൾ നമുക്കൊരു ചെറിയ അനുകമ്പ തോന്നുന്നു. പിന്നെ അത്രയും വിദ്യാഭ്യാസമുള്ള ഒരു ടീച്ചർ, അവർക്ക് വേണ്ടുന്ന പിന്തുണ ലഭിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവർ മറ്റുള്ളവരെ നാണം കെടുത്താൻ വേണ്ടി അവർ സ്വന്തമായിട്ട് അവരുടെ മാനത്തിന് വില പറഞ്ഞ ആൾക്കാരുടെ മുൻപിൽ ഞാൻ ഇങ്ങനെ കാണിച്ച് ഞാൻ വിജയിക്കുമെന്ന് പ്രതിജ്ഞയോടെ അവരിറങ്ങിയതാണ്. അതിൽ നമുക്ക് അവരെ തെറ്റ് പറയാനും പറ്റുന്നില്ല. എന്ന് വെച്ചാൽ അവരങ്ങനെ പൂർണ്ണനഗ്നമായിട്ടൊന്നും അല്ല വീഡിയോ എടുക്കുന്നത്, ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ചെയ്യണത്. അപ്പോൾ പക്ഷെ എനിക്കത് കണ്ടപ്പം വലിയ സങ്കടം തോന്നി. ഇപ്പം സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ പോയി അവർ സത്യാഗ്രഹം ഇരിക്കുകയാണ്. കുറേ ദിവസങ്ങളായി അവർ സത്യാഗ്രഹം ഇരിക്കാൻ തുടങ്ങിയിട്ട് അവരൊരു വിധവയാണ്. അവരെ സഹായിക്കുവാനായിട്ട് ആരുമില്ല. അവർക്ക് കിട്ടുന്ന വരുമാനമേ ഉള്ളൂ അവർക്ക് ജീവിക്കണമെങ്കിൽ. അന്നേരം ഈ സമൂഹം ഇങ്ങനെയുള്ള വിധവകളോടും അശരണരോടും ഒക്കെ കാണിക്കുന്ന നീതികേട്, അതിനെതിരെ നമ്മൾ പ്രതികരിക്കേണ്ട സമയമായിരിക്കുകയാണ്. സ്ത്രീകളോടൊക്കെ ഇങ്ങനെ, ഇവരോടൊന്നല്ല സ്ത്രീകളോട് ഒത്തിരി അക്രമം നടക്കുന്നുണ്ട്. ഇങ്ങനെ പുരുഷന്മാർ ഒത്തിരി ഇങ്ങനെ ഗവൺമെൻറ് ജോലിക്കാരെയൊക്കെ ഒത്തിരി അവരുടെ കൂടെ തന്നെ വേറൊരു സ്ത്രീയും കഴിഞ്ഞ ദിവസം സംസാരിക്കുന്ന കണ്ടു. സെക്രട്ടേറിയറ്റിൽ പീഡിപ്പിച്ചു എന്ന് പറയും. അങ്ങനെ ഒത്തിരി പീഡനങ്ങൾ നടക്കുന്നുണ്ട്. ഇങ്ങനെ ഇവരുടെയൊക്കെ ഈ മേലുദ്യോഗസ്ഥന്മാരുടെയൊക്കെ ഇഷ്ടത്തിന് വഴങ്ങി ഇല്ല എന്ന് കാണുന്നവരെ അവർ സസ്പെൻഡ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള രീതികളാണ്. ഇവരിങ്ങനെ പുറത്ത് പറയുമ്പോഴാണ് പുറലോകം ഇതൊക്കെ അറിയുന്നത്. അങ്ങനെയുള്ളവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അങ്ങനെയുള്ളവർക്ക് വേണ്ടി വേണം നമ്മൾ നിൽക്കുവാൻ വേണ്ടി, അങ്ങനെയുള്ളവരെ സംരക്ഷിക്കാൻ വേണ്ടി വേണം ഇന്നത്തെ സമൂഹം മുന്നോട്ടിറങ്ങാൻ വേണ്ടി. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. അപ്പം പറ്റുന്നവരെല്ലാം അവരെ ഒന്ന് പിന്തുണയ്ക്കാൻ ശ്രമിക്കുക. അവരുടെ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ അവസ്ഥകൾ മാറി വിധവയായ അവരുടെ ഒരു ആശ്രയമായിരുന്ന ആ ജോലി അവർക്ക് തിരിച്ചു കിട്ടാനും ഒക്കെ വേണ്ടി നമുക്ക് അവരോടൊപ്പം ചേർന്ന് നിൽക്കാം. അവർക്ക് വേണ്ടി നമുക്ക് അവരുടെ ആ ഒരു സമരത്തിൽ ഒറ്റയ്ക്കാണ് എന്നാ പറഞ്ഞത്, അവിടെ രാത്രിയും പകലും കൊതുകടി കൊണ്ട് വെയിലുമേറ്റ് ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില്ലറ കാര്യമൊന്നുമല്ല. അവർക്കപ്പോൾ അത്രയ്ക്ക് അവർക്ക് മനപ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ടാവാം. അവരുടെ ചാനലിൽ ശ്രീലു മൈ ലൈഫ് എന്ന് പറയുന്ന ചാനലിൽ അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവരുടെ ഇവരുടെ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അവരുടെ ആദ്യമുള്ള വീഡിയോ എടുത്ത്. പക്ഷെ അവർ സ്റ്റാർട്ടിങ്ങിലൊക്കെ നല്ല ഒത്തിരി ഡീസൻ്റ് ആയിട്ടുള്ള വീഡിയോസാണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. അങ്ങനെ കുറേ കഴിഞ്ഞതിന് ശേഷമാണ് അവർ ഇങ്ങനെയുള്ള വീഡിയോസ് കുളിസീനുകൾ ഇടാൻ തുടങ്ങിയത്. പിന്നെ അതിന് ശേഷം ഇത് എന്തുകൊണ്ടാണ് ഇവർ ഇടുന്നതെന്ന് ഇവർ പബ്ലിക്കിൻ്റെ മുമ്പിൽ പറഞ്ഞപ്പോഴാണ് ഇവരുടെ പ്രശ്നം എന്താണെന്ന് ഓരോരുത്തർക്കും മനസ്സിലാക്കിയത്. അപ്പോൾ അവർ ആ ചെറുപ്രായം മുതൽ അവരനുഭവിച്ച പീഡനങ്ങളും യാതനകളും അവരുടെ ഉള്ളിൽ കിടക്കുന്ന മുറിവുകളും ഒക്കെയാണ് അവർ ആ കുളിയിലൂടെ അവർ കാണിക്കുന്നത്. അപ്പം നമുക്കും അങ്ങനെയുള്ളവരെ സപ്പോർട്ട് ചെയ്യാം, അവർക്ക് വേണ്ടി നമുക്ക് സപ്പോർട്ട് ചെയ്യാം. അപ്പം അവരുടെ സമരം എത്രയും പെട്ടെന്ന് വിജയകരമായി തീരുവാൻ വേണ്ടി മാധ്യമപ്രവർത്തനങ്ങൾ നടത്തുന്നവരും ഇങ്ങനെ യൂട്യൂബും ചാനൽ നടത്തുന്നവരും ഒക്കെയും അവരെ അനുകൂലിച്ച് സംസാരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ ട്രിവാൻഡ്രത്തിലാണ് അവരിയ്ക്കുന്നത്. ഇപ്പോൾ കഴിയുന്നത്ര പേര് അവിടെ ചെന്ന് വീഡിയോ പിടിക്കാൻ പറ്റുന്നവരാണ് ചെന്ന് പിടിച്ച് മാക്സിമം ഈ വീഡിയോ വൈറലാക്കി വിട്ട് അവരെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.